ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് സൈക്കോളജിയുടെ കുറച്ച് PYQs ആണ്. ഓക്കെ, അപ്പോൾ സൈക്കോളജിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? മക്ലാൻഡ്, ഗിൽഫോർഡ്, ഗാർണർ, സ്കിന്നർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മക്ലാൻഡ് ആണ്. മക്ലാൻഡ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത ഏതാണ്? ഓക്കെ, സവിശേഷത അല്ലാത്ത ഏതാണ്? ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, നമ്മളൊരു ക്രിയേറ്റീവ് വർക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ഇവ കാണും. എന്നാൽ അതിൽ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒബ്ജക്റ്റിവിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ്. ഓക്കെ, നമുക്കറിയാം ഡിഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് താഴെ പറയുന്നതിൽ ഏതാണ്? ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ആൻഡ് ഫ്രം പ്രോസസ് ടു പ്രോഡക്റ്റ്. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഓരോ യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ജനറൽ അസംഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൈക്കോളജി ഷുഡ് സ്റ്റഡി ഒബ്സർവബിൾ ബിഹേവിയർ ഈസ് ആൻ അസംഷൻ ഓഫ്. അപ്പോൾ സൈക്കോളജി ഒബ്സർവബിൾ ബിഹേവിയറിൻ്റെ, ഒബ്സർവ് ചെയ്യാവുന്ന ബിഹേവിയറിൻ്റെ സ്റ്റഡിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഏതിലാണ്? ബിഹേവിയറിസം, ഹ്യൂമനിസം, കൊഗ്നിറ്റിവിസം, സൈക്കോ അനാലിസിസ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ബിഹേവിയറിസമാണ്. ബിഹേവിയറിസത്തിലാണ് നമ്മൾ ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു കണ്ടീഷനിങ്, ഇൻസൈറ്റീവ് ലേണിംഗ്, ഇൻറ്റ്യൂറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്. അപ്പോൾ സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷനും ജനറലൈസേഷനും എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അത് ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ടീഷനിങ്ങുമായിട്ടാണ്. സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷനും ജനറലൈസേഷനും ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ടീഷനിങ്. ഓക്കെ, എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളത്തെ വീഡിയോയിൽ നോക്കിയത്. നമുക്കിതിലെ മെയിൻ കൺസെപ്റ്റുകളിലൂടെ ഒന്നുകൂടി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനെ കുറിച്ചുള്ളതായിരുന്നു. ഓക്കെ, രണ്ടാമത്തേത് PDF ലോഡായില്ല. ഓക്കെ, രണ്ടാമത്തേത് ക്രിയേറ്റിവിറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. ഓക്കെ, മൂന്നാമത്തേത് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുക. പിന്നെ ഇങ്ങനെ ബിഹേവിയറിസം, ഹ്യൂമനിസം, കോഗ്നിറ്റിവിസം, സൈക്കോ അനാലിസിസ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതിൽ ഒബ്സർവബിൾ ബിഹേവിയർ വരുന്നത് ബിഹേവിയറിസത്തിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷനിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. തബ് തക്ക് के लिए ओके बाय.